ചാഴൂർ കമാൻഡോ മുഖത്തെ ലൂയിസ് തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ സമിതി രൂപീകരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. വടക്കാഞ്ചേരി വാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയത്. തലവണിക്കരയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ ചികിത്സയിലായിരുന്ന പിഞ്ചുകുഞ്ഞ് മരിച്ചു. കൊളാട്ടിൽ രാജേഷിന്റെ മകൾ നീലാദ്രിനാഥയാണ് മരിച്ചത്. ഭർത്താവിന്റെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണം. വടക്കേത്തുറവ് പുളിക്കൽ ബിന്ദു തിലകന്റെ വീടാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത്. ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചിക്കൻ കട ഗുരുവായൂർ നഗരസഭ അടച്ചുപൂട്ടി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 കിലോ ചത്ത കോഴിയും പഴകിയ ബോട്ടിയും പിടിച്ചെടുത്തു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചാഴൂർ കമാൻഡോ മുഖത്തെ ലൂയിസ് തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് സമിതി രൂപീകരിച്ചു. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചാഴൂർ കമാൻഡോ മുഖത്തെ ലൂയിസിന്റെ ബീം, സ്ലാബ് എന്നിവ തകർന്നതുമൂലം ചേർപ്പ് ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട രൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിന് തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോർഡിനേറ്ററായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചത്. തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ, ചാഴൂർ ചേർപ്പ് പഞ്ചായത്ത് സെക്രട്ടറിമാർ, KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, തൃശൂർ തഹസിൽദാർ എന്നിവർ അടങ്ങുന്ന സമിതി സംയുക്ത സ്ഥലപരിശോധന നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് അവധി. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്ന് ആവശ്യമായ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന് ശേഷം സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം പുനഃപരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ സാഹചര്യത്തിൽ മഴ, നീരൊഴുക്ക് എന്നിവ കുറഞ്ഞത് കണക്കിലെടുത്ത് മണ്ണിടിച്ചിൽ ഭീഷണി കൂടുതൽ അനുഭവപ്പെടുമെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിലെ ആളുകളെ ക്യാമ്പിൽ തുടരുവാനും മറ്റുള്ളവരെ ജാഗ്രതയോടെ വീടുകളിലേക്ക് തിരികെ പോകുവാനും ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ് വെള്ളം ഒഴുകി വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അപകട സാധ്യത മുൻനിർത്തി നിരവധി കുടുംബങ്ങളെ നഗരസഭാ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജില്ലാ ജിയോളജിസ്റ്റ് AK മനോജ്, ജില്ലാ സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ, ജില്ലാ ഹൈഡ്രോളജിസ്റ്റ് ഓഫീസർ K ലീന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, തഹസിൽദാർ KC അനുപമൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ ഷീല മോഹൻ, കൌൺസിലർ ബുഷ്ര റഷീദ് എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു. വെള്ളം ഊറിപ്പോകുന്ന സാധനമാണ് നമ്മൾ ഈ ചാലുകളിലൂടെ വരുന്നത്. അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് സ്റ്റോപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ലോപ്പിൽ ഇപ്പോൾ MLA ഇപ്പോൾ പോയ സ്ഥലമാണ് ആ കിണർ നിൽക്കുന്ന സ്ഥലം. ആ കിണറിൽ വെള്ളമുണ്ട്. അതിനവിടെ ഈ റൂട്ട് ബോൾട്ടിംഗ് എന്നാണ് ഞങ്ങളതിനെ പറയുന്നത്. റൂട്ടെല്ലാം ബോൾട്ട് ചെയ്ത് മരങ്ങളെ പിടിച്ചു നിർത്തി അതിന് വിടവിലൂടെ എല്ലാം വെള്ളത്തിന് ഉരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം കിണർ കുത്തുമ്പോൾ അടിയിലുള്ള മഞ്ഞ കളറുള്ള പശുവെള്ളം മണ്ണാണ്. ആ പശുവെള്ളം മണ്ണിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ഗ്രീസ് ഇട്ടിട്ട് അതിലൂടെ നടന്നു നോക്ക്. അതിൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ വെള്ളം കലങ്ങി വരേണ്ടതെന്ന് പരിശോധിക്കണം. അത് മാത്രമല്ല ശബ്ദം വല്ലതും കേൾക്കേണ്ടെന്ന് നോക്കണം. നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് ഒന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും കുഴികളോ എന്തെങ്കിലും വെള്ളത്തിൻ്റെ സൗണ്ടുകൾ, വെള്ളത്തിലെ മാറ്റം, കിണറിൽ തിരയിളക്കം പോലുള്ള സംഭവം, ഇതൊക്കെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സിഗ്നൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മുനിസിപ്പൽ അധികൃതർ വിവരം അറിയിക്കുക. അടിയന്തരമായിട്ട് മാറാനുള്ള സംവിധാനം. തലവണിക്കരയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് ചികിത്സയിലായിരുന്ന 9 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. നെന്മണിക്കര തലവണിക്കര കൊളാട്ടിൽ രാജേഷിന്റെയും അമൃതയുടെയും മകൾ നീലാദ്രിനാഥയാണ് മരിച്ചത്. 10 ദിവസം മുൻപാണ് അപകടമുണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ കാണാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിലെ ബക്കറ്റിൽ വീണുകിടക്കുന്ന രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഭർത്താവിന്റെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണം. വടക്കേത്തുറവ് പുളിക്കൽ ബിന്ദു തിലകന്റെ വീടാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ബൈക്കിലെത്തിയ സംഘം വീടിന്റെ ജനൽ ചില്ലുകളും ഗൃഹോപകരണങ്ങളും തകർത്തു. വീടിന്റെ പുറകിലെ വാതിൽ തകർത്താണ് അക്രമികൾ അകത്ത് കടന്നത്. പുതുക്കാട് വടക്കേത്തുറവ് പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ 25 വയസ്സുള്ള അനഘ ഒരാഴ്ച മുൻപാണ് മരിച്ചത്. 1.5 മാസം മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അനഘ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അനഘയെ രജിസ്റ്റർ വിവാഹം ചെയ്ത
പുളിക്കൽ ആനന്ദകൃഷ്ണ, അമ്മ ബിന്ദു തിലകൻ എന്നിവരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇതിനിടയിലാണ് പ്രതികളുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ അനഘയുടെ സഹോദരൻ ഉൾപ്പെടെ 3 പേരുടെ പേരിൽ കേസെടുത്തതായി പുതുക്കാട് SHO വി സജീഷ് കുമാർ അറിയിച്ചു. ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചിക്കൻ കട ഗുരുവായൂർ നഗരസഭ അടച്ചുപൂട്ടി. തൊഴിയൂരിലുള്ള അൽ അമനാഹ് ബീഫ്സ് ആൻഡ് ചിക്കൻ സെന്ററാണ് അടപ്പിച്ചത്. ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് കുമാർ, KS പ്രദീപ് എന്നിവരാണ് പരിശോധന നടത്തിയത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 കിലോ ചത്ത കോഴിയും പഴകിയ ബൂട്ടിയും പിടിച്ചെടുത്തു. ഇത് പിന്നീട് ആരോഗ്യ വിഭാഗം നശിപ്പിച്ചു. പറമ്പിക്കുളം ഡാമിൽ നിന്ന് വെള്ളം തുറക്കുമെന്ന മുന്നറിയിപ്പ്. ചാലക്കുടി പുഴയ്ക്ക് വീണ്ടും ഭീഷണി. തമിഴ്നാട് സർക്കാർ നിയന്ത്രിക്കുന്ന പറമ്പിക്കുളം ഡാം തുറക്കുമ്പോൾ വെള്ളം എത്തുന്നത് പെരിങ്ങൽകുത്ത് ഡാമിലായിരിക്കും. നിലവിൽ പെരിങ്ങൽകുത്ത് ഡാമിൽ വെള്ളം കുറവാണെങ്കിലും സംഭരണശേഷി കുറഞ്ഞ പെരിങ്ങൽകുത്തിൽ നിന്നും വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടാകും. അരിമ്പൂരിനും പുല്ലഴിക്കുമിടയിൽ കുളവാഴയും ചണ്ടിയും വന്ന് നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട കൊട്ടച്ചാൽ വൃത്തിയാക്കി. ചേറ്റിപ്പുഴ മുതൽ ഏനമാവ് വരെ 100 മീറ്റർ വീതിയിൽ അരിമ്പൂർ, ചാലാടി പഴംകോളിനും പുല്ലഴി പാടം പുത്തൻകോളിനും ഇടയിലൂടെയാണ് കൊട്ടച്ചാൽ ഒഴുകുന്നത്. ചിമ്മിനിയിൽ നിന്നും പുഴയ്ക്കൽ മേഖലയിൽ നിന്നും ഈ ചാൽ വഴിയാണ് വെള്ളം ഏനമാവ് റെഗുലേറ്ററിൽ എത്തുന്നത്. പുല്ലഴി, എൽത്തുരുത്ത് മേഖലയിൽ നിന്നടക്കം ചണ്ടിയും കുളവാഴയും വന്നടിഞ്ഞിരുന്നത് കൊട്ടച്ചാലിന് നടുവിലെ ഇരുബണ്ടുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനടിയിലാണ്. 3 ദിവസം കൊണ്ട് 6 തൊഴിലാളികൾ ചേർന്ന് ബാർജിൽ നിന്നാണ് കുളവാഴകൾ നീക്കം ചെയ്തത്. ഇതോടെ വെള്ളത്തിന്റെ നീരൊഴുക്ക് വർദ്ധിച്ചു. ഏനമാവ്, വഞ്ചിക്കടവിലെ കുളവാഴകൾ കൂടി നീക്കം ചെയ്താൽ മണലൂർ, താഴംപടവിൽ നിന്നുള്ള വെള്ളവും തടസ്സമില്ലാതെ ഒഴുകും. ഈ മാസം 15ഓടെ ചാലാടി പഴംകൂളിൽ കൃഷിക്ക് മുന്നോടിയായി പമ്പിംഗ് ജോലികൾ ആരംഭിക്കാനാകുമെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കുളവാഴകൾ നീക്കം ചെയ്ത പ്രദേശം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ചാലാടി പഴംകൂൾ പ്രസിഡന്റ് മണി, സൂപ്പർവൈസർ അയ്യപ്പൻ എന്നിവർ സന്ദർശിച്ചു. വെള്ളിപ്പരുന്നെല്ലി MLA കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വെച്ചിട്ട് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിൽ വെച്ചിട്ട് നമ്മുടെ പാടശേഖര മേഖലയിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ചണ്ടി, കുളവാഴ മുഴുവൻ നീക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു തീരുമാനം എടുക്കുകയുണ്ടായി. അതിൻ്റെ മുന്നിൽ കുളവാഴകൾ എടുത്തു എന്നുള്ള രീതിയിലുള്ള ചില തെറ്റായ വിവരങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇവിടെ നമ്മുടെ വെള്ളം വരുന്ന പ്രധാനപ്പെട്ട കോട്ടച്ചാൽ എന്ന് പറയുന്ന ചേറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച് ഏനമാവ് റെഗുലേറ്ററിൻ്റെ അവിടേക്ക് എത്തുന്ന പഞ്ചായത്തിൽ ഈ ഫുള്ളായിട്ട് ചണ്ടി വന്ന് നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് അതെടുത്ത് ഏകദേശം ഒരു 3 മണിയോട് കൂടി തീർന്ന്. ബോട്ട് വാങ്ങാൻ കൂട്ടിവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സ്കൂൾ വിദ്യാർത്ഥി. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും കുഴിക്കാട്ടുകോണം സ്വദേശികളായ മഠത്തിപ്പറമ്പിൽ സന്തോഷിന്റെയും ജിനിയുടെയും മകനും ഫുട്ബോൾ താരവുമായ അമൻ ചന്ദാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത്. മന്ത്രി ഡോക്ടർ R ബിന്ദു തുക ഏറ്റുവാങ്ങി. ഹനാന്റെ കുഞ്ഞു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതനിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയും കാളത്തോട് സ്വദേശികളായ മമ്മസ്രയിലത്ത് അൻസാറിന്റെയും ജസ്നയുടെയും മകനായ മുഹമ്മദ് ഹനാൻ അൻസാറാണ് കുടുക്കയിൽ കൂട്ടിവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സർക്കാരിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു തുക ഏറ്റുവാങ്ങി. ദുരിതമുഖത്ത് ജീവിക്കുമ്പോഴും വയനാട് ദുരന്തത്തിൽ തണലേകാൻ ദേശമംഗലത്തു നിന്നും ഒരു കുടുംബം. ദേശമംഗലം പഞ്ചായത്തിലെ 13ാം വാർഡ് തലശ്ശേരിയിൽ താമസിക്കുന്ന പുളിക്കവീട്ടിൽ മുസ്തഫയുടെ ഭാര്യ ഫാത്തിമ കുട്ടിയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെടുന്ന കുരുന്നിനെ സംരക്ഷിക്കാമെന്ന പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. കൂലിവേല ചെയ്താണ് മുസ്തഫയുടെ കുടുംബജീവിതം. ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ, ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികൃതരെ അറിയിക്കുമെന്ന് വാർഡംഗം ഇബ്രാഹിം അറിയിച്ചു. മലവെള്ളപ്പാച്ചിലിൽ പാലപ്പള്ളി കാരിക്കുളം ബ്രിട്ടീഷ് പാലത്തിനടിയിൽ കുടുങ്ങിയ വൻമരങ്ങൾ നീക്കം ചെയ്തു. കുറുമാലിപ്പുഴയുടെ നീരൊഴുക്കിന് തടസ്സമാകുന്ന വിധം തടഞ്ഞു നിന്ന മരങ്ങൾ 100 വർഷത്തിലേറെ പഴക്കമുള്ള പാലത്തിന് ബലക്ഷയം വരുത്തുമെന്ന ആശങ്കയുമുണ്ടായിരുന്നു. തോട്ടം വനം മേഖലയിൽ ചിമ്മിനി മുതൽ പാലപ്പള്ളി വരെയുള്ള ഭാഗത്ത് മരങ്ങൾ ഉൾപ്പെടെ നിരവധി മാലിന്യങ്ങൾ പുഴയിൽ വീഴുന്നത് പതിവാണ്. വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്ത് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് തടസ്സങ്ങൾ നീക്കം ചെയ്തത്. KM ഹൈദർ, VP ഉസ്മാൻ, CA ബഷീർ, KC മുഹമ്മദ്, A സുബീഷ്, S കരീം,
പിച്ചൻ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലപ്പള്ളി ചൊക്കന ഭാഗത്തേക്കുള്ള ഏക ആശ്രയമായ പാലത്തിന് സമീപം അപകടകരമായി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ഇറിഗേഷൻ വനം വകുപ്പുകൾ നടപടിയെടുക്കുമെന്നും പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. കേച്ചേരിയിൽ മധ്യവയസ്കനെ പാടത്തെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുനല്ലൂർ പട്ടിക്കര സ്വദേശി ചെമ്പ്ര വീട്ടിൽ മാധവ് പണിക്കരുടെ മകൻ 53 വയസ്സുള്ള ശിവരാമനാണ് മരിച്ചത്. സൈക്കിൾ ഉൾപ്പെടെ പാടത്തെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പിലാവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയതായി നാട്ടുകാർ. അൻസാർ സ്കൂളിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തെരുവ് നായ്ക്കൾ കൈയടക്കിയത്. ബസ് കാത്തുനിൽക്കുന്നവരെയും വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും തെരുവ് നായ്ക്കൾ ആക്രമിക്കുവാൻ വരുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശമംഗലത്ത് കരിങ്കൽ കോറി ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ വറവട്ടൂർ കൊണ്ടയൂർ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. 1-ാം വാർഡ് മെമ്പർ സമീറ സിറാജിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ക്വാറി അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിനും കളക്ടർക്കും രേഖാമൂലം പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. കൊണ്ടയൂർ ഗവൺമെന്റ് LP സ്കൂളിന് സമീപം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജന്റെ നേതൃത്വത്തിൽ ജിയോളജി, റവന്യൂ അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വീടിനടുത്തുള്ള നാട്ടുവഴികളിലൂടെയുള്ള സഞ്ചാരം വഞ്ചിയിലാക്കിയിരിക്കുകയാണ് സാക്സഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാട്. വീടുൾപ്പെടെ റോഡിലേക്കുള്ള ഇടവഴികളിലും വെള്ളം കയറിയതോടെയാണ് യാത്ര സ്വന്തം വഞ്ചിയിലാക്കിയത്. മുൻ വർഷങ്ങളിലൊന്നും ഇത്രയധികം വെള്ളം പ്രദേശത്ത് കയറാനില്ലെന്നും വൈക്കോച്ചിറ കമാൻഡോ മുഖത്തെ സ്ലൂയിസ് തകർന്ന് പുഴയിലെ വെള്ളം ഒഴുകി വരുന്നതിനാലാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും നാട്ടുകാർ പറഞ്ഞു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് കൈത്താങ്ങായി BJP കുന്നംകുളം മണ്ഡലം ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ വീടുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നവർക്കാണ് BJP പ്രവർത്തകർ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ്, കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് കമ്പിപ്പാലം, മണ്ഡലം ട്രഷറർ സുമേഷ് കളരിക്കൽ, ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗം പ്രമേഷ് കുമാർ, BJP ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മിഥുൻ പുതുശ്ശേരി, വൈസ് പ്രസിഡന്റ് സുഭാഷ് കുന്നത്ത്, അഭിലാഷ്, രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൾ നിലങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് ഏനമാക്കൽ ഇടിയഞ്ചിറ റെഗുലേറ്ററുകളുടെ നവീകരണം അടിയന്തരമായി നടത്തണമെന്ന് കേരള കർഷക സംഘം മണലൂർ ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മുല്ലശ്ശേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ, CPM ഏരിയ സെക്രട്ടറി CK വിജയൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി VM സുർജിത്ത്, AK ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന വയങ്കാവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചു. അനിരുദ്ധ്, അമൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കളക്ഷൻ പോയിന്റിൽ അവശ്യ സാധനങ്ങൾ നേരിട്ട് എത്തിക്കുവാൻ കഴിയാത്തവർ അറിയിച്ചാൽ സന്നദ്ധ പ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തി സാധനങ്ങൾ കൈപ്പറ്റുന്നതാണെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. പുത്തൂർ ഫൊറോന കൌൺസിലിന്റെ നേതൃത്വത്തിൽ പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്ന് മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിലേക്ക് പദയാത്ര നടത്തി. വിശുദ്ധ സെന്റ് ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് പ്രഥമ പദയാത്ര സംഘടിപ്പിച്ചത്. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ ഫൊറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടന് കൈമാറി നിർവഹിച്ചു. മാന്നാമംഗലം പള്ളിയിൽ നടന്ന സമാപന ആശീർവാദത്തിന് മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ വെള്ളപ്പൊക്ക ദുരിതബാധിത പ്രദേശങ്ങൾ അസിസ്റ്റന്റ് കളക്ടർ അതുൽ രാജ് സന്ദർശിച്ചു. അന്നകര ദുരിതാശ്വാസ ക്യാമ്പ്, പെരുവല്ലൂർ, ക്വാറി തുടങ്ങിയ പ്രദേശങ്ങളാണ് സന്ദർശിച്ചത്. ജനങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും അസിസ്റ്റന്റ് കളക്ടർ ചോദിച്ചറിഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വൈസ് പ്രസിഡന്റ് KP ആലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ്, വില്ലേജ് ഓഫീസർ പ്രവീൺ തുടങ്ങിയവർ അസിസ്റ്റന്റ് കളക്ടർക്ക് ഒപ്പമുണ്ടായിരുന്നു.
ബസ്സുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രണ്ടംഗ സംഘത്തെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി ഫറൂഖ്, മലപ്പുറം സ്വദേശി ഹനീഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞാണി ചാവക്കാട് റൂട്ടിലോടുന്ന ബസ് യാത്രക്കാരനായ മേച്ചേരിപ്പടി സ്വദേശി ഉജ്ജ്വലന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണവും ATM കാർഡും അടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള പരമ്പരാഗതമായ കോഴിക്കുളങ്ങര പൂജ പരമ്പരാഗത വിധികളോടെ നടന്നു. കർക്കിടകത്തിലെ 3ാമത്തെ ഞായറാഴ്ചയാണ് പ്രസിദ്ധമായ കോഴിക്കുളങ്ങര പൂജ നടന്നുവരുന്നത്. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചപൂജ കാലേക്കൂട്ടി പൂർത്തിയാക്കി ക്ഷേത്ര നടകളടച്ച് അടിയാൾമാരും ക്ഷേത്രമധികൃതരും വഞ്ചിയിൽ പുല്ലൂറ്റുപുഴ കടന്ന് നാരായണമംഗലത്തെ കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെത്തി പൂജ നിർവഹിക്കുന്നതാണ് കോഴിക്കുളങ്ങര പൂജ. അർബുദ രോഗം ബാധിച്ചവർക്ക് കേശം ദാനം ചെയ്ത മാതൃകയായി കൊഴുക്കുള്ളി നിത്യസഹായ മാതാ ചർച്ച് CLC അംഗങ്ങൾ. CLC കൊഴുക്കുള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അമല ആശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച കേശദാനം അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ബാസ്റ്റിൻ ആലപ്പാട്ട്, അതിരൂപത CLC ട്രഷറർ നെബിൻ ആന്റണി, പുത്തൂർ ഫൊറോന CLC പ്രസിഡന്റ് ഗോഡ്സൺ, കൊഴുക്കുള്ളി CLC പ്രസിഡന്റ് റോണി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. 52ഓളം പേർ കേശദാനത്തിൽ പങ്കാളികളായി. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലന്നറയും തൃപ്പുത്തിരിയും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രവക പാടശേഖരത്തിൽ നിന്ന് താളമേളത്തിന്റെ അകമ്പടിയോടെ എത്തിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് നൽകി. തുടർന്ന് ക്ഷേത്രനടയിൽ നടന്ന ഗജപൂജയ്ക്ക് ശേഷം ആനയൂട്ട് നടന്നു. തന്ത്രി പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 5 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് കാശാങ്കോട്ട് മന ആദ്യ ഉരുള നൽകി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, സുനിൽകുമാർ തെക്കൂട്ട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലംനിറ ചടങ്ങുകൾ നടന്നു. മേൽശാന്തി വാഴക്കോട് പുതുമന വിഷ്ണു നമ്പൂതിരിയും തെച്ചിക്കോട്ട് അനീഷ് നമ്പൂതിരിയും കതിർക്കറ്റകളേറ്റി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി പൂജിച്ച കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. തിരൂർ ശ്രീ വടകുറുമ്പ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഭഗവത് സേവ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിൽ 4 ഗജവീരന്മാർ പങ്കെടുത്തു. ഈ മാസം 17-ാം തീയതിയാണ് ഇല്ലംനിറ. മനക്കുടി സൗത്ത് ഉണർവ് കുടുംബശ്രീയുടെയും കുസൃതി കൂടാരം ബാലസഭയുടെയും 4ാം വാർഷികാഘോഷം നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രസിഡന്റ് അനു അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടത്തിയ ബിരിയാണി ചാലഞ്ചിലൂടെ ലഭിച്ച 500,000 രൂപ പ്രദേശത്തെ 3 കിടപ്പ് രോഗികൾക്ക് വിതരണം ചെയ്തു. വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായവും കൈമാറി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം K രാഗേഷ്, സിന്ധു സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കോലടിയിൽ ഭിന്നശേഷിക്കാരുടെ കലാകൂട്ടായ്മ പൂമ്പാറ്റയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്ത ബാധിതർക്ക് എത്തിക്കുവാനായി അവശ്യവസ്തുക്കൾ ശേഖരിച്ചു. ക്യാമ്പിലേക്ക് ആവശ്യമായ അവശ്യവസ്തുക്കളാണ് കൊണ്ടുപോകുന്നത്. പെപ്പിൻ ജോർജ്, അപർണ നാരായണൻ, ടോണി, രാജി സന്തോഷ്, മനോജ്, സ്വാതി എന്നിവർ നേതൃത്വം നൽകി. കോടാലി കൊരേച്ചാൽ ശ്രീ കിരാത പാർവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി ചെങ്ങഴിശ്ശേരി ഇല്ലം പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അന്നദാനം, മഹാനിറമാല എന്നിവയുമുണ്ടായി. ക്ഷേത്രസമിതി പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കൂടാലി മുരിക്കിങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ഇതോടനുബന്ധിച്ച് നിറപുത്തിരി, അന്നദാനം എന്നിവയുമുണ്ടായി. തന്ത്രി കുഴുവേലി നഗരമണ്ണ് അപ്പു നമ്പൂതിരി, ഏറന്നൂർ മന ഹരി നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുധീഷ് തുമ്പരത്തി, സെക്രട്ടറി ബാബു ചെലമ്പട്ടശ്ശേരി, ട്രഷറർ സിജു ആനശ്ശേരി, രഞ്ജിത്ത് കൂമുള്ളി എന്നിവർ നേതൃത്വം നൽകി.
മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരി സന്ധ്യാധർമ്മന്റെ ഈ ഭൂമികയിലൂടെ കഥാസമാഹാരത്തെ ആസ്പദമാക്കി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചർച്ച കവി വർഗീസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ബാബു, ബിന്ദു മനോജ്, സുമേഷ് മുത്തമ്പാടൻ, ലൈബ്രറി കൌൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, ലൈഫ് സ്കിൽ ട്രെയിനർ NS സന്തോഷ് ബാബു, കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട്, പ്രവീൺ M കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3290 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ചാഴൂർ കമാൻഡോ മുഖത്തെ ലൂയിസ് തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ സമിതി രൂപീകരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയത്. തലവണിക്കരയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ ചികിത്സയിലായിരുന്ന പിഞ്ചുകുഞ്ഞ് മരിച്ചു. കൊളാട്ടിൽ രാജേഷിന്റെ മകൾ നീലാദ്രിനാഥയാണ് മരിച്ചത്. ഭർത്താവിന്റെ ഭീഷണിയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണം. വടക്കേത്തുറവ് പുളിക്കൽ ബിന്ദു തിലകന്റെ വീടാണ് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തത്. ചത്തക്കോഴികളെ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചിക്കൻ കട ഗുരുവായൂർ നഗരസഭ അടച്ചുപൂട്ടി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 75 കിലോ ചത്തക്കോഴി പഴകിയ ബൂട്ടിയും പിടിച്ചെടുത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.